Hi all, I am Pratisha, in charge and assistant professor in Department of Management Studies in KT City College of Arts and Science, Kalandalam. As we know, we are in the first step of semester 3. In your semester 3, you have an elective paper. You have chosen organizational behavior as elective paper from human resource management. Regarding the subject, it's very easy to learn and very interesting too. So now we can start with organizational behavior. Welcome all of you. So we can start with meaning of OB. See, meaning of OB, organizational behavior, what it means. It simply means how a person behaves inside the organization as individual and group, how he is interacting with others, how he is building relationship with his management and with colleagues, and how he is capable of motivating others. These are the related things in organizational behavior. ഒരു ഓർഗനൈസേഷനകത്തൊരു പേഴ്സൺ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലും ആയിട്ട് ആസ് എ പേഴ്സൺ എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഹൗ ഹി ഈസ് കേപ്പബിൾ ഓഫ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ദീസ് ആർ ദ തിങ്സ് റിലേറ്റഡ് in organizational behavior. Okay, so now we can switch to nature of organizational behavior. Okay, nature of organizational behavior as a separate field of study, not a discipline only. Organizational behavior is an integrated approach. ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൈൻഡ് ഫോം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, സംടൈംസ് എക്കണോമിക്സ്, psychology, sociology, anthropology, political science. These are the combination. So organization behavior is a combination of all the subjects. So we cannot say it's a single discipline. So separate field of study. Organization behavior എന്ന് പറഞ്ഞാൽ psychology റിലേറ്റഡ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സോഷ്യോ സൈക്കോളജി ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. സോ ഇത്രയും റിലേറ്റഡ് ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ദിസ് ഈസ് എ ഡിസിപ്ലിൻ. ഇതൊരു ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. It's extended to many disciplines. മാനേജ്മെന്റിൽ, മാർക്കറ്റിങ്ങിൽ, HR, സൈക്കോളജിയിൽ, സോഷ്യോളജിയിൽ, പൊളിറ്റിക്കൽ സയൻസിൽ എല്ലായിടത്തും ഇതിൻ്റെ റൂട്ടഡ് പോകുന്നുണ്ട്. So it's a wide form of study. So third one is an applied science. So it is always related with real-time experience of human resources. ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് ദ നീഡഡ് തിങ് ഫോർ ആൻ ഓർഗനൈസേഷൻ റൈറ്റ് നൗ? How we can solve the situation? How we can find out a solution for a particular problem? So it's an applied science. We are going to find out a solution for a particular thing. ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണോ, ഒരു കറണ്ട് പ്രോബ്ലം എന്താണോ അതിനെ സോൾവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു കറണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം എന്താണോ അതിനെ പഠിക്കുന്ന കാര്യമാണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് നോർമാറ്റീവ് സയൻസ്. നോർമാറ്റീവ് സയൻസ് ഇൻ ദ സെൻസ് ഇറ്റ് റിലേറ്റ്സ് വിത്ത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇഫ് വി ആർ പ്രൊവൈഡിങ് ട്രെയിനിങ് ഫോർ സം പീപ്പിൾ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഫ്രം ദാറ്റ് ഫോർ ഓർഗനൈസേഷൻ? ഹൗ ഇറ്റ് റിസൾട്ട്സ്? ഇഫ് ദർ എനി പ്രൊഡക്ടിവിറ്റി ആഫ്റ്റർ ദാറ്റ് ഓർ നോട്ട്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. സോ ഇറ്റ്സ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? യു ഹാവ് ടു പ്ലാൻ, വി ഹാവ് ടു കാൽക്കുലേറ്റ്, വി ഹാവ് ടു predict for that. That is a normative science. Next one, humanistic and optimistic approach. Organization behavior always consider human resources as the most important
and valuable thing in an organization. So humanitarian consideration will be there, and it will also concentrate, and it will also consider if a person is supported with conducive environment, how he will be much more productive compared to the previous one. ഒരു പേഴ്സണ് കൺഡ്യൂസീവായ വർക്ക് എൻവയോൺമെൻറ്റ് കൊടുത്താൽ അദ്ദേഹം എങ്ങനെ ഓർഗനൈസേഷന് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ഓർഗനൈസേഷൻ ബിഹേവിയർ വിൽ കൺസിഡർ. Okay, humanitarian consideration will be there, and organization behavior will also consider the person is supported with a conducive environment, how he will do better job for our organization. So next one is total system approach. Total system approach in the sense it will consider all the variables related to human resource. How a person can be motivated, how a person can be supported, is he needed, is he need monetary benefit or non-monetary benefit. So it is total system approach. It will consider all the aspects related to human resources, that is nature of organizational behavior. So we studied meaning of OB. Meaning of OB means how a person behaves inside the organization as individual and group. Now we switch to nature of OB. Nature of OB is very simple. It's a separate entity, not as discipline. Second one is it an interdisciplinary approach. Next one is an applied science. Third one a normative science. Next one a humanistic and optimistic approach. Last one is total system approach. Now we can switch to scope and features of OB. First one is people. As we know, human resource is the most important M in every organization. What are the forums? Man, money, material, machinery. So we can, do you think, shall we replace a man by anything else? ഒരു മനുഷ്യനെ നമുക്ക് വേറെ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? മണി കൊണ്ടോ മെഷീനറി വെച്ചോ അല്ലെങ്കിൽ മെക്കാനിസം വെച്ചോ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So man, human resource is the most important them. You can definitely point out that. So people. So managing is people is a hectic task for each and every organization. Why? Because human being is different from one person to another one. ഒരാളിന് മാതിരി ആയിരിക്കില്ല വേറൊരാൾ അല്ലേ? സോ അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ കൾച്ചറൽ ഹാബിറ്റ്, അവരുടെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, these all are different from one person to another. So people, how a person can be motivated, how he can be achieve goal, how a person can be more productive. So finding these facts, it is very difficult for an organization. So people, these the first scope of organizational behavior is people. Second one is structure. As we know, there are several different structure in an organization. Flat is there, and line structure is there, and tall structure is there. So in an organization, structure is an important factor. നമുക്കറിയാം ഓർഗനൈസേഷനിൽ 10 പേരുള്ള ഒരു ഓർഗനൈസേഷനിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ഒരു 1000 പേരുള്ള ഓർഗനൈസേഷനിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കില്ല. അവർക്ക് പരസ്പരം അറിയൽ തന്നെ ഉണ്ടായിരിക്കില്ല. മേ ബി 5 പേരെ മാനേജ് ചെയ്യാനായിട്ട്, ഒരു 10 പേരെ മാനേജ് ചെയ്യാനായിട്ട് ഒരു മാനേജർ ആയിരിക്കും. പക്ഷെ 1000 മാനേജ് ചെയ്യാനായിട്ടോ managers number will be much more higher. So knowing each other will be much more difficult compared to previous one. So ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ കോംപ്ലക്സ് വൺ തന്നെയാണ്. സോ കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ഓർഗനൈസേഷനിൽ റിലേഷൻഷിപ്പ് വിൽ ബി മച്ച് മോർ ലെസ്. So these are the scope. Next one is technology. Technology means physical condition. മോർ അപ്ഡേറ്റഡ് ടെക്നോളജി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അവർ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ബൈ ബിക്കോസ് ദേ ആർ എഫേർട്ട്ലെസ്, ദേ ആർ വെരി വാട്ട് ടു സേ റിലാക്സ്ഡ് വർക്ക്.
ഒരു കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യും. ബിക്കോസ് മാൻ എഫേർട്ട് വിൽ ബി മച്ച് മോർ ലെസ്. അവർക്ക് മെഷീൻ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും റിലാക്സ് ടൈം ഉണ്ടായിരിക്കും, കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. That is technology. Next one is social system. Social system means the external environment which an organization is dealing with. An organization deal in the external system. It may be government, it may be political environment, it may be a legal environment. An organization associate ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് ഓർഗനൈസേഷനകത്ത് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും അല്ലേ. ഒരു എന്താ പറയുക, ഒരു നിയമം മാറിയാൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഒരു ഫ്ലഡ് വന്നാൽ, അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ വന്നില്ലേ, ഇതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ പേഴ്സൺ, ആസ് ഐ സെഡ് ബിഫോർ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. Individual behaves inside the organization as group as well as what to say, individual. ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലുമായിട്ടും എങ്ങനെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, എങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു വിത്തൗട്ട് എനി കോൺഫ്ലിക്റ്റ്, how they are going to achieve the organization goal. So the scope and features start with people, next one structure, next one technology, next one social system, next one individual, last one is group of individual. Okay, so now we can start to important or need for OB. What are the importance or why we are going for OB in an organization? The first one is understanding the relationship between an organization and its employees. Making a good rapport with the employer and employee, it's a very important thing. So if an employee is satisfied with an organization, he can achieve the organizational goal very easily. If he is not satisfied with an organization, he cannot able to achieve his organizational goal. He may be very reluctant. Managing that person is hectic task for the manager. He will always make mistakes, always makes problem. So understanding the relationship between, making good relationship with employer and employee is a very important thing in each and every organization. So OB is considering this one as an important thing. Next one is motivating employees. For motivating employees, two things are there: by providing monetary benefit or by providing non-monetary benefit. So what is the difference between monetary and non-monetary? Monetary means something related to money. If a person is giving some money for their work, organization at 1,000 rupee and 2,000 rupee പുള്ളിക്കാരൻ്റെ better പെർഫോമൻസിന് increase ചെയ്ത് കൊടുക്കുകയാണ്, it's monetary benefit. And non-monetary benefit means a better performer may get a reward or award കിട്ടുകയാണ്, the best employer of the month or the best employer of the quarter. This is non-monetary. So motivational factors may different from person to person, as I said before. ഒരു പേഴ്സണ് മോണിറ്ററി ബെനിഫിറ്റ് ആയിരിക്കും മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, another person non-monetary benefit ആയിരിക്കും motivating factors. So identifying this is the very important thing for a manager. ഏതാളിനാണ് മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുക, ഏതാളിനാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുക. It's very important to identify and very difficult to understand too. So next one is improving industrial or labor relationship. So industrial or labor relationship, ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ വരിക ട്രേഡ് യൂണിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ട്രേഡ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ഏതെങ്കിലും ട്രേഡ് യൂണിയൻസിൽ നമ്മുടെ എംപ്ലോയീസ് എല്ലാം മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ട്രേഡ് യൂണിയനുമായിട്ടുള്ള ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായില്ലെങ്കിൽ there is a chance of conflict, because the trade unions can influence the employees in a positive as well as negative manner. അപ്പോൾ ട്രേഡ് യൂണിയനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗനൈസേഷൻ എന്ത് പറ്റുന്ന അറിയാവോ, അവർ നല്ല ബെറ്റർ എൻവയോൺമെൻറ്റ്, കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഈ എംപ്ലോയീസിനെ വെച്ച് നടത്തിക്കും. ഇല്ലെങ്കിൽ
എപ്പോഴും ട്രേഡ് യൂണിയനുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നല്ല റാപ്പോയിലല്ലെങ്കിൽ the trade union can influence the employees in a negative manner. It may affect our organizational environment in a very worse manner. ഒരു വേസ്റ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? എപ്പോഴും ഒരു ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് കൺഡ്യൂസീവ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഏറ്റവും വലിയ കാര്യം മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. That is thing. Next one is effective utilization of HR. Effective utilization of HR doesn't mean exploiting human resource. Utilization എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻസ് അർത്ഥമില്ല. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയെ ഏറ്റവും നന്നായിട്ട് ബൈ കൺസിഡറിങ് ഹിസ് ഗോൾ, ഒരു ഓർഗനൈസേഷൻ എംപ്ലോയിൻ്റെ ഗോൾ എന്താണെന്ന് കൺസിഡർ ചെയ്തിട്ട് ബൈ സാറ്റിസ്ഫൈങ് ഹിസ് ഗോൾ ദ ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾ. എംപ്ലോയി എന്താണ്, എംപ്ലോയിൻ്റെ ഗോൾ എന്താണ്, എംപ്ലോയി മോട്ടിവേറ്റഡ് അല്ല, എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ല ഓർഗനൈസേഷനുമായിട്ട്, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഇറ്റ്സ് എൻ എക്സ്പ്ലോയിറ്റേഷൻ. So an organization should consider the goal of the employee. The organization should motivate the employee. Only in that way the organization can sustain the employee. That is the correct utilization of, that is the effective utilization of HR. Next, what? Predicting HR. Oh, it's very hectic task. Prediction. How a manager can predict the employee. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, നമുക്കെല്ലാം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട്സ് നെക്സ്റ്റ് മൊമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ അവരുടെ ഫേസ് ഒന്ന് മാറിയാൽ വി ക്യാൻ പ്രെഡിക്റ്റ്, ഓ ഹീ ഈസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ഓർ ഷീ ഈസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. ഹൗ വി ക്യാൻ അസസ്, നല്ല മൂഡല്ല പുള്ളിക്കാരനെ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ നല്ല മൂഡല്ല ആ പുള്ളിക്കാരി ഇങ്ങനെ ബിഹേവ് ചെയ്യും. ഹൗ വി ക്യാൻ നോ, നമുക്ക് എങ്ങനെ അറിയുന്നത്? ബിക്കോസ് ദർ ഇസ് എ better good relationship with that person അല്ലേ? we have a good relationship with that person. അപ്പോൾ ആ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന പേഴ്സണ് എങ്ങനെ ബിഹേവ് ചെയ്യും നമുക്ക് അറിയുന്ന മാതിരി ഒരു എംപ്ലോയറിന് ഒരു എംപ്ലോയി ആയിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ the employer can definitely predict that person's behavior. He can assess whether he is sustained with the organization or not, whether he is satisfied with the current status of that status with that organization or not, whether he is demanding a promotion or not. അല്ലെ, ചില ആൾക്കാർ പ്രൊമോഷനൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ബട്ട് ഹീ ഈസ് നോട്ട് റെഡി ടു സേ. So if an organization is possessing good relationship with an employee, the organization can predict, as in our mind he is demanding for promotion. അല്ലെ, അദ്ദേഹം capable ആണെങ്കിൽ the employer should provide. Only into that way he can sustain that employee. So these are the importance of OB. First one is understanding the relationship between organization and employees. Next one is motivating employees. Another one is improving industrial and labor relations. Another one is effective utilization of HR. Last one is predicting HR. Next one is contributing discipline to the field of OB. As I said before, it's an integrated approach. Integrated approach എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വേർഡ്സ് ഒക്കെ പറഞ്ഞു. Sociology is there, psychology is there, political science is there, anthropology is there, right? So simply these are the contributors of OB. Psychology, from psychology some contributions from psychology is there in OB. Sociology എന്നുണ്ട്, ഒരു sociology എന്നുണ്ട്, anthropology എന്നുണ്ട്, social psychology എന്നുണ്ട്, political science എന്നുണ്ട്. So now we can discuss one by one. That is, first one is psychology. Psychology means something related to human's mind. അല്ലേ, ഒരു പേഴ്സണിൻ്റെ സൈക്കോളജി അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്. ഒരു പേഴ്സൺ എങ്ങനെയാണെന്ന് അസസ് ചെയ്യുക, എങ്ങനെയാണ് ഇറ്റ്സ് മെഷറിങ് ഓർ അസസിങ് എ ഹ്യൂമൻസ് ബിഹേവിയറൽ ആസ്പെക്ട്. ഒരു ബിഹേവിയറൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. The way he learns, the way he get motivated, the way he get satisfied, it may differ. So സൈക്കോളജി ഒരു പേഴ്സൻ്റെ, ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു മനുഷ്യനെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ
The manager should know the psychology of the person. അല്ലേ? എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നറിയാവോ, ഒരു റോങ് സൈക്കോളജി അദ്ദേഹത്തിന് നമുക്ക് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കാശ് ആവശ്യമായി കാശ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യന് കാശ് തന്നെയും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? മോണിറ്ററി ഡിമാൻഡ് ചെയ്യുന്ന മനുഷ്യന് മോണിറ്ററി ബെനിഫിറ്റോട് മോട്ടിവേറ്റ് ചെയ്യണം. നോൺ മോണിറ്ററി ബെനിഫിറ്റ് ഡിമാൻഡ് ചെയ്യുന്ന മനുഷ്യന് അദ്ദേഹം വെൽ സെറ്റിൽഡ് ആണ്. He needs non-monetary benefit. First employer of the quarter. He may get motivated. അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ആണ് അദ്ദേഹത്തിന് വേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് സൈക്കോളജി. Psychology means learning or considering humans' behavioral aspect by considering each and every element of that person. സൈക്കോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ പഠിക്കാനായിട്ട് ഒരു മാനേജർ കേപ്പബിൾ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യോളജി. സോഷ്യോളജി മീൻസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ എ സൊസൈറ്റി. What is the role of an individual in a society? That means society in a social status. What is the social status of that person? That is related to sociology. How he is in a society. What is the status of that person? That is related to sociology. Okay, first one is psychology. We are studying contributors of OB. There is a contribution from psychology as I said. Next one is sociology. Sociology means what is the role of an individual in a person, in a society. Next one is social psychology. Social psychology means how a person's feelings, thoughts and behavior can get influenced by the society. അല്ലേ? നമുക്കറിയാം, എത്ര മോശം ഉള്ള ഒരാളായിരുന്നാലും ഒരു നല്ല സൊസൈറ്റിയിലകത്ത് ഒരു നല്ല ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ വന്നാൽ ഹി മേ ബിക്കം എ ഗുഡ് പേഴ്സൺ. അല്ലെങ്കിൽ എത്ര മോശപ്പെട്ട നല്ലൊരു മനുഷ്യനാണെങ്കിലും കുറച്ചു കാലം ഒരു മോശം ആൾക്കാരുമായിട്ട് ഒരു എന്താ പറയുക, ഒരു മോശം സൊസൈറ്റിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്താൽ ദാറ്റ് ഇൻഫ്ലുവൻസ് മേ ബി വിത്തിൻ ഹിസ് ക്യാരക്ടർ. That is social psychology. Next one is anthropology. It is to acquire the better understanding of the relationship between human being and its environment. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അതിൻ്റെ ചുറ്റുപാട് എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ outside the organization, including the society. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു outside the organization, outside his വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു അക്വയർ ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റ്, ഔട്ട്സൈഡ് ദ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് rather than the society. That is anthropology. Next one is political science. It is study of behavior of an individual and a group within a political environment. ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഓർഗനൈസേഷനകത്ത് ബിഹേവിയർ ആയിരിക്കും, പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനകത്ത് ഹൗ ഹി ബിഹേവ്സ് ഇൻ എ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആസ് ഇൻഡിവിജ്വൽ ആസ് ഗ്രൂപ്പ്. നമുക്ക് എല്ലാവർക്കും പൊളിറ്റിക്കൽ ഒരു നമ്മുടെ സ്വന്തമായ ഒരു നിലപാടുണ്ടായിരിക്കാം. ആ നിലപാട് നമ്മൾ എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനകത്ത്. സോ ദീസ് ആർ ദ കോൺട്രിബ്യൂഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് സൈക്കോളജി, ഒരു മനുഷ്യൻ്റെ ബിഹേവിയറൽ ആസ്പെക്റ്റിനെ കുറിച്ചുള്ള പഠിത്തമാണ്. നെക്സ്റ്റ് വൺ sociology, what is he is in a society. Next one social psychology. Social psychology means how a person's feelings, behavior and attitude can be influenced by the society. ഒരു പേഴ്സൻ്റെ ബിഹേവിയറും ഫീലിങ്സും ആറ്റിറ്റ്യൂഡും എങ്ങനെ സൊസൈറ്റിയുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നു, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ. ആന്ത്രോപോളജി മീൻസ് ഹൗ എ പേഴ്സൺസ് റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. ഒരു പേഴ്സൻ്റെ ഔട്ട്സൈഡ് സൊസൈറ്റി എൻവയോൺമെൻറ്റുമായിട്ടുള്ള interaction എങ്ങനെയാണ്, റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ സയൻസ്, ഹൗ എ പേഴ്സൺ interact with in a political group. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പേഴ്സൺ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ സയൻസ്. ദീസ് ആർ ദ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് OB. ഇത് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടോ? സോഷ്യൽ എന്താ പറയുക, സൈക്കോളജിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട്, സോഷ്യോളജിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട്, സോഷ്യൽ സൈക്കോളജിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആന്ത്രോപോളജിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. Okay, so now we can switch to models of organization behavior. There are 5 important models are there.
Autocratic model, custodian model, supportive model, collegial model and system model. So first one is autocratic model. If you studied management, previous first semester പഠിച്ചിട്ടുണ്ടായിരുന്നു autocratic model. So what do you mean by autocratic? Organization model first one എന്ന് പറഞ്ഞാൽ autocratic model means the power is in the hands of organization only. Manager is the supreme power. Power vested his hands only. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പവർ ഉള്ളത്. അതിനകത്ത് എംപ്ലോയിക്ക് ഒരു റോളും ഇല്ല, എംപ്ലോയിക്ക് ഒരു ഒപ്പീനിയനും ഇല്ല. Okay, he is only manager is a commanding officer. He have to obey his rule only. അവിടെ ഡിസിഷൻ മേക്കിങ്ങിനകത്തോ ഒരു ഇൻട്രാക്ഷൻ ആരുമായിട്ട് വരുന്നില്ല, ഓർഗനൈസേഷൻ ആയിട്ട് എംപ്ലോയിക്ക് വരുന്നില്ല. The manager is the supreme power there. It's autocratic model. Next one is custodial model. In custodial model, it provide economic security for employees through benefits. Or economic security. Custodian means he is ready to protect, organization is ready to protect the employee. Economic resources will be there. Monetary benefit കൊടുക്കും. പിന്നെ എന്ത് പറയാ, security will be there, job security will be there, loyalty, organization is considering employee as the most valuable thing, and the employee may get motivated through the manager. അല്ലേ, ഒരു മാനേജർ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ വാട്ട് ടു സേ മോണിറ്ററി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദീസ് ആർ കസ്റ്റോഡിയൽ മോഡൽ. Okay, first one autocratic model means the manager is a supreme power. In custodial model, economic resource is there. Manager employee motivate ചെയ്യുന്നുണ്ട്, job security കൊടുക്കുന്നുണ്ട്, benefit കൊടുക്കുന്നുണ്ട്, employee consider ചെയ്യുന്നുണ്ട്. Okay, next one is supportive model. So supportive model നാത്ത് it is much more supportive. ഓർഗനൈസേഷനിൽ എംപ്ലോയറിന് എന്താണ്, എംപ്ലോയിക്ക് എന്താണ് വേണ്ടതെന്ന് എംപ്ലോയർ ഓർ ദ മാനേജർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ പേഴ്സണെയും ഐഡന്റിഫൈ ചെയ്ത് സപ്പോർട്ടീവായിട്ട് ഒരു നല്ല റിലേഷൻ, ദ മാനേജർ ഈസ് റെഡി ടു മേക്ക്, ദ മാനേജർ ഈസ് കേപ്പബിൾ ടു മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി വിത്തിൻ ദറ്റ് ഓർഗനൈസേഷൻ. ദറ്റ് ഈസ് സപ്പോർട്ടീവ് മോഡൽ. നെക്സ്റ്റ് വൺ ഈസ് കൊളീഗിയൽ മോഡൽ. കൊളീഗിയൽ മോഡൽ മീൻസ് they are like a colleagues. മാനേജറും എംപ്ലോയീസ് എന്ന് പറയുന്ന കൊളീഗ്സ് മാതിരിയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഈസി ടു വർക്ക്, very employee may be very open up with the manager. There is less pressure will be there, conducive working environment will be there, but still the power is with manager, but he is not ready to show in front of the employees. So employees will be much more happy compared to the previous model. That is collegial model. That is okay. First one is autocratic model. Second one is, what is that? First one is autocratic model. Second one is supportive model. Third one is collegial model. The last one is system model. So in system model, the organization is considering individual goals to achieve the organizational goal. The organization do have a trust with the employees, employer have a good relationship with management, and the management will consider the employees goal to achieve the organizational goal. There is a mutual understanding between employer and employee. Employee should know what is the goal of individual personally, and the employee is ready to achieve the organizational goal too. The mutual trust will be there, mutual understanding will be there. These are the 5 models of organizational behavior. Okay, now we can switch to challenges and opportunities of OB. What are the challenges the OB is facing, and what are the opportunities that OB can exploit? So first one is improving people skill. As I said before, in organizational behavior is considering
human as a valuable thing. Humanitarian consideration is there, and the very important thing is the manager is ready to make relationship with the employees. So there is a good relationship between the manager and employee will be there. So he can identify each and every person's potential. If someone is weak in some area, he can provide some training for the person to improve the talent. If he is a super performer is there, that person may be promoted by the manager's recommendation. So improving skills. So ഒരു ഓർഗനൈസേഷനിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് മാനേജറിന് പേഴ്സണലി ഓരോ ആൾക്കാരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഓരോ പേഴ്സണെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയും ആർക്കാണ് ട്രെയിനിങ് വേണ്ടിയത്, ആരാണ് സൂപ്പർ പെർഫോമർ, ഏതൊക്കെ ഏരിയയിലാണ് ആരൊക്കെയാണ് ടാലൻറ്റഡ്, ഇതൊക്കെ ഒരു മാനേജറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും ടാലൻറ്റഡ് പേഴ്സണെ ഏറ്റവും നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും വീക്കാണെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ആ വീക്ക്നെസ്സിനെ ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഓവർകം ചെയ്യുന്നത് കൊണ്ട് ആരാണ് ഫൈനലി ബെനിഫിറ്റ് ആവുന്നത്? നമ്മുടെ ഓർഗനൈസേഷനാണ്. സോ വർക്ക് ക്വാളിറ്റി വിൽ ബി ദെയർ. So the employee, each and every one inside the organization will be much more productive with good work quality. Next one is TQM, Total Quality Management. That is, the organization or the employee is developing in each and every sense. Continuous TQ, Total Quality Management, continuous improvement will be there. The organization is always concentrating on customer service, and the organization is always capable to reach the extreme work quality. Our organization എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈവൻ ആഫ്റ്റർ സെയിൽ സർവീസ് വിൽ ബി ദെയർ. പ്രൊഡക്റ്റ് വിട്ടുപോയാൽ അത് കസ്റ്റമറിൻ്റെ അടുത്ത് റീച്ച് ചെയ്താൽ വെദർ ഹി ഈസ് സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് എന്ന കാര്യം വരെയായിരിക്കും റീച്ച് ചെയ്യാനായിട്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കഴിയണം. Okay, next one, managing workforce diversity. As we know, നമ്മുടെ ഓർഗനൈസേഷനകത്ത് gender equality will be there, different gender category will be there, male will be there, female will be there, teenagers will be there, and elders will be there. So അങ്ങനെ ഉള്ള ഒരാളിനകത്ത് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക വർക്ക്ഫോഴ്സ് ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് നമുക്ക് എന്താ പറയുന്നത്? Managing workforce diversity, as we know, an organization is having several workforce like male, female, teenagers, elders, etc. The organization has to manage these persons in a productive manner. The organization male, female, ടീനേജേഴ്സും എൽഡേഴ്സും ഒക്കെ ഉണ്ടാകും. അവരെല്ലാം വെൽ എക്യുപ്ഡ് ആയിട്ട് വെൽ ക്വാളിറ്റി ഉള്ള ആൾക്കേഴ്സായിട്ട് വെൽ പ്രൊഡക്റ്റീവായിട്ട് വെൽ മാനേജറായിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഒരു വലിയ ചലഞ്ചാണ്. നെക്സ്റ്റ് വൺ ഈസ് റെസ്പോണ്ടിങ് ടു ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ മീൻസ് ദ ഹോൾ വേൾഡ് അണ്ടർ വൺ അംബ്രല്ല. ഓർഗനൈസേഷനിൽ ഗ്ലോബലൈസേഷനായിട്ട് കോപ്പപ്പ് ചെയ്ത് പോവുക. വി കനോട്ട് ഏബിൾ ടു അവോയ്ഡ് ദ ഗ്ലോബലൈസേഷൻ. വൈ? ബിക്കോസ് വി ആർ going through such a situation like that, right? So നമ്മുടെ ഓർഗനൈസേഷനിൽ ഏത് പ്രൊഡക്റ്റും ഏത് മാർക്കറ്റിലും അവൈലബിൾ ആണ്. വൈ? ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് empowering people. Empowering people means adding more authority to or more authority and more responsibility to person. If a person is possessing much more quality, the manager should give him more responsibility to that person. Only that way he can improve. Next one, stimulating innovation and challenge. That means innovation and change. Innovation. Organization should always focus on some new ideas. എപ്പോഴും സംതിങ് ന്യൂ, സംതിങ് ബെറ്റർ ദാൻ അതേഴ്സ്. ഓർഗനൈസേഷനിലെ കോമ്പറ്റേറ്റീവ് കമ്പനീസിനേക്കാളും എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് വി ആർ ബെറ്റർ ദാൻ അതേഴ്സ് എന്ന് ഒരു കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യുന്നത്.
So organization should stimulate innovation and changes through the employees that the organization is possessing. The employees can bring changes to the organization. Next one is improving ethical behavior. As I said before, different person have different culture. The same way, the ethical factors, ethics may differ from person to person. സോ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ ഡൂസും ഡോണ്ടൂസും അല്ലെ, എൻ്റെ ഡൂസും എൻ്റെ ഡോണ്ടൂസും ആയിരിക്കില്ല വേറൊരു ഡൂസും ഡോണ്ടൂസും. ഇറ്റ് മേ ഡിഫർ ഫ്രം പേഴ്സൺ പേഴ്സൺ. സോ ഇംപ്രൂവിങ് എത്തിക്കൽ ബിഹേവിയർ ഓർഗനൈസേഷൻ എല്ലാവരുടെയും അല്ലെ ഡൂസ് ആൻഡ് ഡോണ്ടൂസ് ഒരുപോലെ ആയിരിക്കും. കോഡ് ഓഫ് കണ്ടക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപോലെ ആയിരിക്കും. സോ എത്തിക്കൽ ബിഹേവിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് reflect on the behavior of that person working inside the organization. Next one, improving employees work-life conflict. Improving. If a satisfied employee can manage, the satisfied employee can lead a better life. So the work-life balance should be there if an employee is having a better environment to work or a conducive environment to work. That is a difference. So improving employees work-life conflict. These are the difference, right? So what is studied? The first one is we discuss meaning of OB, then come nature of organizational behavior, then come scopes. The important thing is contribution discipline to OB. So psychology is there, sociology is there, anthropology is there, social psychology is there, political science also is there. Another one is models of organizational behavior. There are 5 important models are there. Autocratic model is there, custodian model is there, supporting model is there, collegial model is there, system model is also there. So the next one is important challenges and opportunities of OB has to face. So these are the things that is included in first module. If any doubts or queries, you can directly contact me. So thank you very much.